ഹലോ വെൽക്കം ദ വീൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാറോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക. ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തെയാണോ വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തെ നന്നായിട്ട് പ്രെയർ ചെയ്യുക, നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ഈ ഒരു ടൈമിൽ എന്താണ്? എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചിട്ട് എന്താണ് ആ ഒരു വ്യക്തി ഈ ഒരു സമയം ചിന്തിക്കുന്നുള്ളത്? പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, ഏഞ്ചൽസ്, യൂണിവേഴ്സ്. വേൾഡിൻ്റെ എനർജീസ് ആണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു എനർജീസിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി നിങ്ങളെ എൻ്റെ ഒരു വേൾഡ് ആയിട്ടാണ് കാണുന്നത്. അവളുടെ ലോകം തന്നെ നിങ്ങളാണ് എന്നുള്ളൊരു എനർജിയിലാണ് ആ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നുള്ളത്. ഓക്കെ, നിങ്ങളില്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ടോ, അല്ലെങ്കിൽ നിങ്ങളില്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അവരുടെ ആ ഒരു ലൈഫിനെ എക്സാക്ട് അതുപോലത്തെ ഒരു ഹാപ്പിനെസ്സിലും അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷനിലും കാണാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു എനർജീസാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. അതുമാത്രമല്ല, ഈ ഒരു വ്യക്തി നിങ്ങളിലാണ് ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു 9 ഓഫ് കപ്സിൻ്റെ എനർജീസ് ആയിരിക്കാം പ്രസൻറ്റ് സിറ്റുവേഷനിൽ. ഒരു 10 ഓഫ് കപ്സിൻ്റെ എനർജി ഒരു വ്യക്തിക്ക് വരുന്നുള്ളത്, അല്ലെങ്കിൽ ഒരു എല്ലാ തരത്തിലും ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെന്നുള്ളൊരു വ്യക്തിയുള്ള ടൈമിലാണ്. ഓക്കെ, എനിക്കതാണ് ഇവിടെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. ഇവിടെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ് എനർജീസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. വാട്ടർ സൈൻ ആക്റ്റീവ് ആണ്. അതുപോലെ തന്നെ 21 ഡേറ്റ് ആക്റ്റീവ് ആണ് കേട്ടോ. 10 ഏഞ്ചൽ നമ്പറും പ്രസൻ്റ് ആണ് ഇവിടെ. ഓക്കെ, മേ ബി ഇവിടെ എനിക്ക് തോന്നുന്നു ചിലരൊക്കെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഫോറിൻ കൺട്രീസിലൊക്കെ ആയിരിക്കാം ഈ ഒരു വ്യക്തി താമസിക്കുന്നുള്ളത്. നിങ്ങളപ്പം ഓൺലൈനിലൂടെയൊക്കെ ആയിരിക്കാം ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടാവും നാട്ടിലൊക്കെ വരുമ്പോൾ നിങ്ങളെ മീറ്റ് ചെയ്യാം, നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാം, നിങ്ങൾ വന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കണക്ഷനിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാം എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവണം. എല്ലാവർക്കും റെസനേറ്റ് ആവുന്ന ഒരു എനർജീസ് അല്ല ഇത്, റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക കേട്ടോ. ലോങ് ഡിസ്റ്റൻസിൻ്റെ കാര്യം എനിക്ക് ആ ഒരു എനർജീസാണ്. ഇവർ ഈ ഒരു ടൈമിൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നറിയോ? നിങ്ങളുമായിട്ടൊരു ന്യൂ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ചെയ്യണം എന്നാണ് ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ആഗ്രഹിക്കുന്നുള്ളത്. ഇവരുടെ ശരിക്കും ആത്മാർത്ഥമായിട്ടുള്ളൊരു ആഗ്രഹം തന്നെയാണ് നിങ്ങളുമായിട്ടൊരു റീസ്റ്റാർട്ട് വേണം എന്നുള്ളത്. ഓക്കെ, ഈ ഒരു കണക്ഷനിൽ ഇത്രയും നെഗറ്റീവ് സിറ്റുവേഷൻ ഒടുവിലും ഇവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ഈ ഒരു കണക്ഷനിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് അവരുടെ ഡിസയർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ന്യൂ ജേർണി നിങ്ങളുടെ കൂടെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവർക്കുള്ള ആ ഒരു നിങ്ങളുമായിട്ട് ആ ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ്, അല്ലെങ്കിൽ ഇവരുടെ ലൈഫ് എപ്പോഴും കംപ്ലീറ്റ് ആവുന്നത് നിങ്ങളിലൂടെ ആണെന്നുള്ളൊരു എനർജി, ഒരു റിയലൈസേഷൻ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിലുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മേ ബി ഇവരുടെ ലൈഫിൽ എന്തെങ്കിലും ട്രോമാസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം, മേ ബി കമ്മിറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള. അതുകൊണ്ടായിരിക്കണം ഈ ഒരു വ്യക്തി സ്റ്റേബിളായിട്ട് നിങ്ങളുടെ അടുത്ത് ഇരിക്കാത്തുള്ളത്. അത് മേ ബി ചൈൽഡ്ഹുഡ് ട്രോമാസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി ലൈഫ് ബെറ്റർ ആയിട്ടല്ല പോകുന്നുണ്ടാവുക. ഇനി സിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ അച്ഛനും അമ്മയൊക്കെ തമ്മിൽ എന്തെങ്കിലും വഴക്കും പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ പാസ്റ്റ് റിലേഷൻഷിപ്പിൻ്റെ ട്രോമാസ് ഒക്കെ ഇവരുടെ മൈൻഡിലുണ്ടാവും. അങ്ങനെ ഈ ഒരു വ്യക്തി അധികം ഇമോഷണലി കണക്റ്റഡ് ആവുക, അതൊരു ഡിറ്റാച്ച്മെൻറ്റിൻ്റെ എനർജിയിലായിരിക്കും എല്ലാവരുടെയും എടുത്തിരിക്കുന്നുണ്ടാവുക. ലെറ്റ്സ് ചെക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ഈ ഒരു ടൈമിൽ എന്താണ് അവർ എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചിട്ട്, ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുള്ളത്? പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. ദ ലവേഴ്സിൻ്റെ എനർജീസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഓൾറെഡി 9 ഓഫ് കപ്സിൻ്റെ എനർജീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം 9 ഓഫ് കപ്സ് ബോട്ടം ഓഫ് ദി ടെക്കിൽ നമുക്ക് വന്നിട്ടുണ്ട്. എഗെയിൻ ഇവിടെ വാട്ടർ സൈൻ ആണ് ആക്റ്റീവ്. വാട്ടർ സൈൻ മീൻസ് ഇമോഷൻസ്, ഫീലിങ്സ്, ഫുൾഫിൽമെൻറ്റ്. ആ ഒരു എനർജീസ് ആണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളോട് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർക്കൊരു സോൾ ലെവൽ കണക്ഷൻ നിങ്ങളുമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ 6 നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്, ജൂൺ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർക്ക് പലപ്പോഴും ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവരുടെ സോൾമേറ്റ് ആണ് എന്നുള്ളൊരു എനർജീസ് ഒക്കെ ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞാലും ഇല്ലെങ്കിലും എന്നുള്ളൊരു എനർജീസാണ്. ജെമിനി സൈൻ ഇവിടെ ആക്റ്റീവ് ആണ് കേട്ടോ, എയർ സൈൻ ആക്റ്റീവ് ആണ്. മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സൻ്റെയോ സൈൻ ജെമിനി, ലിബ്ര, അക്വേരിയസ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ.
ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ മൊത്തം നിങ്ങളാണുള്ളത്. നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു മെമ്മറീസ്, ആ ഒരു മൊമെന്റ്സ്, എന്താ ഇവർ സെയിം ആയിട്ട് തന്നെയാണ് നിങ്ങളെ ഫീൽ ചെയ്യുന്നത്. അതായത് ഇവരെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നിങ്ങളെന്ന് ഈ ഒരു വ്യക്തി ഫീൽ ചെയ്യുന്നുള്ളത്. മേ ബി ഇവിടെ സോൾ ടു സോൾ കണക്ഷൻ ആയിരിക്കാം. നിങ്ങൾ തമ്മിൽ ഒരു സോൾ ടു സോൾ വൈബ് ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഈ ഒരു വ്യക്തി നിങ്ങളെ ഒത്തിരി അധികം എന്താ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇവിടെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു കണക്ഷൻ നിങ്ങളോട് ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അത് നിങ്ങളോട് ഒരു തവണ പോലും ഷെയർ ചെയ്തിട്ട് ഈ ഒരു വ്യക്തി ഉണ്ടാവില്ല. പക്ഷെ മേ ബി ഈ ഒരു സെപ്പറേഷൻ്റെ ടൈമിലായിരിക്കാം ഈ ഒരു റിയലൈസേഷൻ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു എനർജി ഒരു വ്യക്തിക്ക് വന്നിട്ടുള്ളത് മേ ബി ഈ ഒരു സെപ്പറേഷൻ പീരീഡ് കൊണ്ടായിരിക്കാം. ഓക്കെ, ഇവരുടെ ഒരു ഡ്രീമാണ് നിങ്ങളെന്നുള്ളൊരു വ്യക്തി, നിങ്ങളുടെ കൂടെയുള്ള ഒരു ലൈഫ് ഒക്കെ. പക്ഷേങ്കിൽ പ്രസൻറ്റ് സിറ്റുവേഷനിൽ മേ ബി അങ്ങനെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ ഒരു ഹാപ്പി എൻഡിങ്സിലേക്ക് വരും എന്നുള്ളൊരു എനർജീസ് ഈ ഒരു വ്യക്തിക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു പോസിബിലിറ്റി ഈ ഒരു വ്യക്തിക്ക് കാണുന്നില്ലായിരിക്കും. അപ്പോൾ ഇയാളുടെ ഒരു എനർജീസ് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാം, നല്ലൊരു സമയം വരും എന്നുള്ളൊരു എനർജിയിൽ ഒരു പേഷ്യൻസിൻ്റെ എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഐ തിങ്ക് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ മനസ്സ് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഹാപ്പി ആയിട്ടിരിക്കുന്ന എന്തോ കാര്യം ഈ ഒരു വ്യക്തി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഹാപ്പി ആക്കാനായിട്ട് ഇവർ തിരിച്ചു വരുന്ന ടൈമിൽ മേ ബി എന്തെങ്കിലും എത്രമാത്രം ട്രിക്സ് ഉപയോഗിച്ചിട്ടാണെങ്കിലും എത്രമാത്രം കാര്യങ്ങൾ ചെയ്തിട്ടാണെങ്കിലും ഇവർ നിങ്ങൾക്കൊരു സർപ്രൈസ് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ ഹാപ്പി ആയിട്ട് ഇത്രയും കാലം പ്രശ്നങ്ങളെല്ലാം ക്രിയേറ്റ് ആയിരുന്നിട്ട് ഇതിൻ്റെ എല്ലാ ഇടയ്ക്ക് നിങ്ങൾ വളരെ സാഡാണ്, ഡിപ്രസ്ഡ് ആണെന്നൊക്കെ ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അപ്പോഴേക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ലെറ്റ്സ് ചെക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറന്റ് ഫീലിങ്സ് എന്താണ്? Please guide me divine, current feelings please. Okay. ബട്ട് ഇവിടെ എന്തോ ഒരു സ്റ്റക്ക് ആയിട്ടുള്ളൊരു എനർജീസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവർക്ക് സ്റ്റിൽ ഈ ഒരു കണക്ഷനിലേക്ക് വരാനായിട്ടും അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു കണക്ഷനിലേക്ക് വരേണ്ടതെന്നും ഈ ഒരു വ്യക്തിക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. എനിക്ക് തോന്നുന്നു ഡയറക്ഷൻ അറിയാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ക്ലിയർ ആയിട്ട്. കാരണം അത്രയ്ക്കും സ്റ്റക്കായിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് ഇവരുടെ ഫീൽ ചെയ്യുന്നുള്ളത്. അറിയാം നിങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ് വരണ്ടേന്നറിയാം, പക്ഷേ എങ്കിൽ അത് ഏത് വഴിയെ വരണം അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിൽ കൂടി വരണം, ഏത് രീതിക്ക് വരണം എന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക് ക്ലാരിറ്റി ഇല്ല. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയതുകൊണ്ടായിരിക്കാം മേ ബി ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് റീകൺസൈൽ ചെയ്യുന്നുണ്ടോ. ബട്ട് അതെനിക്ക് തോന്നുന്നു കുറച്ച് സ്ലോ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഈ ഒരു ടൈമിൽ സ്റ്റക്കാണ് സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി സ്റ്റക്കാണ്. ഇവരുടെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി നാട്ടിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് നിങ്ങളുടെ കൂടെ മേ ബി നാട്ടിൽ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ ജീവിക്കാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളെ കൊണ്ട് എങ്ങോട്ടേലും ഒത്തിരി ദൂരെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ പോയി ഒരു ഹാപ്പി ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം, ഒരു ഹാപ്പി റിലേഷൻഷിപ്പ്, ഹാപ്പി ആയിട്ട് നിങ്ങളുടെ കൂടെ ജീവിക്കണം എന്നൊക്കെയാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുള്ളത് ഈ ഒരു ടൈമിൽ. ഓക്കെ, കാരണം ഇവരുടെ സിറ്റുവേഷൻസ് ഉള്ള ഈ ഒരു ടൈമിലുള്ള ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുകയല്ല. അപ്പം വേറെ എവിടെയെങ്കിലും നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടെങ്കിലും വേറെ എവിടെയെങ്കിലും സെറ്റിൽ ചെയ്യുവാണെങ്കിൽ കുറേയൊക്കെ സമാധാനത്തോടു കൂടി ഹാപ്പിനെസ്സോടു കൂടി ഇവർക്കും ജീവിക്കാൻ പറ്റും എന്നാണ് ഇവർ വിചാരിക്കുന്നുള്ളത്. ഓക്കെ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജീസ് ആണ് നമുക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. എർത്ത് സൈൻ ആണ് കേട്ടോ. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഒത്തിരി അധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തി ഇവരുടെ ലൈഫിൽ, ഇവരുടെ സിറ്റുവേഷൻസിൽ. പക്ഷെ ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവരുടെ മനസ്സ് പറയുന്നത് വേണ്ട, ഇപ്പൊ പോകണ്ട, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. കാരണം ക്ഷമയുടെ ഫലം എപ്പോഴും മധുരമുള്ളതാണ്. കാരണം ഈ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. പക്ഷെ മനസ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോരാ, അവരുടെ അടുത്തേക്ക് പോകണം, അവരോട് സംസാരിക്കണം, കാരണം അവരില്ലാതെ പറ്റത്തില്ല എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളത്. ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തിയുടെ ലൈഫിലാണെങ്കിലും ചില സിറ്റുവേഷൻസ്, അതിൽ 2 സിറ്റുവേഷൻസ് ഉണ്ട്, അതിൽ ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയാണ് എനിക്കിവിടെ ഈ ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, പക്ഷേ ഏറ്റവും കൂടുതൽ ഇമോഷൻസ് ആണ് ഈ ഒരു വ്യക്തിനെ ഈ ഒരു ടൈമിൽ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താ പ്രാക്ടിക്കലായിട്ടൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത് കേട്ടോ. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജീസ് ആണ്. നൈറ്റ്സിൻ്റെ എനർജീസ് എപ്പോഴും അവർ ഒത്തിരിയധികം സ്ട്രഗിൾസ് ഒക്കെ ഫേസ് ചെയ്ത് വരുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ടല്ല, ഒത്തിരിയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഓക്കെ, ആ ഒരു എനർജീസ്, ഇവിടെ ഒരു ഹീലിങ്ങിൻ്റെ എനർജീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു കണക്ഷനിൽ നിന്ന് മുന്നോട്ടേക്ക് ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു എനർജീസ് ഈ ഒരു വ്യക്തിക്കുണ്ട്. ഓക്കെ, സോ ഇവിടെ 7 നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 7 നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ജൂലൈ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രസന്റ് സിറ്റുവേഷനിൽ ഇവരുടെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷനിൽ ഇവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഗ്രോത്ത് വേണം, അല്ലെങ്കിൽ ഒരു സക്സസ് വേണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് അതിന് വേണ്ടിയിട്ട് ഒത്തിരിയധികം സാക്രിഫൈസുകൾ ഈ ഒരു വ്യക്തിക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അത് മേ ബി മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇവർക്ക് അവരുടെ ഫാമിലി ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും നിങ്ങളെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിലും സിംഗിൾസ് ആണെങ്കിൽ പോലും വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ടതായിട്ട് വരും. അപ്പം ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്, ഞാൻ കുറച്ചുകൂടി ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുവാണെങ്കിൽ എല്ലാം ഓക്കെ ആക്കിയതിന് ശേഷം ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് ഈ ഒരു കണക്ഷനിൽ ചെയ്യാം എന്നുള്ളൊരു എനർജിയിലാണുള്ളത്. അതേസമയം ഞാൻ എടുത്തു ചാടി എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഫെയിൽ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇത് മനസ്സ് പറയുന്ന ഒരു കാര്യമാണ്, ആക്ഷൻ എടുക്കണം. പക്ഷെ ബ്രെയിൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്ഷമയോട് കൂടി വെയിറ്റ് ചെയ്യാം, ഇത്രയും വെയിറ്റ് ചെയ്തില്ലേ, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം എന്നുള്ളൊരു എനർജിയാണ്. ലെറ്റ്സ് ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. കിങ് ഓഫ് കോയിൻസിൻ്റെ എനർജീസ് ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു വ്യക്തിയുടെ മനസ്സ് പലപ്പോഴും ഇവർ വിചാരിക്കുന്നിടത്ത് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റിൽ ഇവരുടെ മനസ്സ് നിൽക്കുന്നില്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു കണക്ഷനിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പതിയെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഇവരെ വിശ്വസിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നുള്ളത്. ഇവർ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഓഫർ ചെയ്യും, ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരും, പക്ഷെ നിങ്ങൾ ഇവരെ വിശ്വസിക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു വ്യക്തിനെ ഫുള്ളി നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാതിരിക്കുന്ന ആ ഒരു എനർജി ആ ഒരു വ്യക്തിക്ക് ഒരു വളരെയധികം ഒരു ഡൗൺ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവരുടെ മൈൻഡിൽ ഹോപ്പുണ്ട് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട്, പക്ഷെ അത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും ഇവരുടെ മേ ബി ഇവർക്ക് ഒത്തിരിയധികം മറ്റുള്ള ബേർഡൻസും കാര്യങ്ങളും ഒക്കെ കാണുമായിരിക്കും. എന്നാൽ പോലും ഇവർക്ക് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ടൊരു ഹോപ്പുണ്ട്, ഡ്രീമുണ്ട്, ഇതിനെ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ഇതിൻ്റെ രീതിക്ക് കൊണ്ടുപോകണം എന്നുള്ള രീതിക്ക്. ഈ ഒരു ടൈമിൽ അയാൾക്ക് വളരെ ആക്റ്റീവായിട്ട് ഈ ഒരു കണക്ഷനിൽ നിൽക്കാൻ പറ്റുന്നില്ല അവരുടെ ലൈഫിലെ പ്രശ്നങ്ങൾ കൊണ്ട്. എന്നാൽ പോലും ഈ ഒരു വ്യക്തി വളരെ സ്റ്റഡി ആയിട്ടുള്ള ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ വളരെയധികം സ്ലോ ആയിട്ടുള്ള ഒരു എനർജീസും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇവർ വരുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് അത് സ്റ്റേബിൾ ആയിരിക്കും ഇനി വരുന്നുണ്ടെങ്കിൽ. കാരണം ഇവിടെ വരുന്നൊരു എനർജീസും, കാരണം ഇവരുടെ മൈൻഡ് വളരെയധികം സ്റ്റേബിളാണ് ഈ ഒരു ടൈമിൽ. ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് അവർക്കൊരു ക്ലാരിറ്റി ഉണ്ട്. അപ്പം ഇനി വരുവാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും ആയിട്ടേ വരുന്നുണ്ടാവുള്ളൂ. ഈ ഒരു കണക്ഷനിൽ ഇനിയിപ്പം ഒരു ഡെത്തിൻ്റെ എനർജീസ് ഒന്നും ഉടനെ, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ പെട്ടെന്നൊരു ഡെത്തിൻ്റെ എനർജീസ് വരാനുള്ള സാധ്യതയില്ല. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് നിങ്ങളുടേതായിട്ട് മാത്രമായിരിക്കും ഈ ഒരു വ്യക്തി വരുന്നുള്ളത്. നല്ലൊരു എനർജിയാണ് കേട്ടോ. 10 ഓഫ് കപ്സ് ആണ് അഗെയിൻ വന്നിട്ടുള്ളത്. കാരണം നമുക്ക് ബോട്ടംസിൽ 10 ഓഫ് കപ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ളൊരു സൈനാണ് കേട്ടോ. ഇവർ നിങ്ങളുമായിട്ടൊരു മാരേജ് ആഗ്രഹിക്കുന്നുണ്ട്. ഇവർ നിങ്ങളുമായിട്ടുള്ളൊരു ആ ഒരു മാരേജ്, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവുന്നത്, നിങ്ങൾക്ക് എല്ലാവരുടെയും ബ്ലെസ്സിങ്സോട് കൂടി നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതൊക്കെ ഈ ഒരു വ്യക്തി വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് മാരേജ് പോസിബിൾ ആയിട്ടുള്ളവരുടെ കേസിലാണ് ഞാൻ പറയുന്നുള്ളത്. എല്ലാവരുടെയും ഒരു ആഗ്രഹത്തെ, എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി മാരേജ് നടക്കുന്നുള്ളത്. സിംഗിൾസിൻ്റെ എനർജീസാണ്. നിങ്ങൾ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഈ ഒരു വ്യക്തി മേ ബി ഇവരുടെ ഫാമിലി ഉള്ളത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ എനർജിയിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുള്ളത്.
നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സ്റ്റക്കായിട്ട് നിൽക്കുന്നുള്ളത്. പക്ഷെ അവർ നിങ്ങൾ ഒത്തിരി അധികം മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാരണത്തിൻ്റെ പേരിലും നിങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് ഈ ഒരു വ്യക്തി തയ്യാറല്ല എന്നുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജീസ് ആണ്, വാട്ടർ സൈൻ ആണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇമോഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ഒരു കണക്ഷനിൽ ഒത്തിരിയധികം ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് ക്ലാരിറ്റി ചോദിച്ചിട്ടുണ്ടാവാം എന്തെങ്കിലും, അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ്, ഒരു ഡ്രാമാറ്റിക് എൻഡിങ്സ് ഈ ഒരു കണക്ഷനിൽ ഉണ്ടായിട്ടുണ്ടാവാം. കാരണം ഇവർ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരുന്നില്ലാത്തപ്പം നമുക്ക് ഡൗട്ട് തോന്നുക എന്നുള്ളത് സ്വാഭാവികം. അപ്പം ആ ഒരു എനർജീസിൽ ഈ ഒരു കണക്ഷൻ എൻഡ് ആയിട്ടുണ്ടാവാം. പക്ഷെ എന്നാൽ പോലും സ്റ്റിൽ ആ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഒരു എനർജീസ്, പേജ് ഓഫ് കോയിൻസ്, വളരെയധികം ഡ്രീമർ ആയിട്ടുള്ള ഒരു എനർജീസ് ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ. ഡ്രീമറാണ്. അതുമാത്രമല്ല, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഇവർ നിങ്ങളെ വിട്ട് കളയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം ഇവർ നിങ്ങളെ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട്. ഈ ഒരു എനർജി തന്നെ നമുക്ക് വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവരുടെ ഒരു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു കണക്ഷൻ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഈ ഒരു ഡാർക്ക്നെസ്, ഈ ഒരു സിറ്റുവേഷൻസിലുള്ള ഈ ഒരു ഡാർക്ക്നെസ് എൻഡ് ആവണം എന്നാണ് ഇവർ ബിലീവ് ചെയ്യുന്നുള്ളത്. അത് എൻഡ് ആവുന്നത്രയും കാലം ഇവിടെ ഒരു ഹോപ്പോ അല്ലെങ്കിൽ ഒരു സോളിഡ് ഫൗണ്ടേഷനോ ഈ ഒരു കണക്ഷനിൽ തരാൻ ഒക്കെയില്ല എന്നുള്ളൊരു എനർജി ഈ ഒരു വ്യക്തിക്കുണ്ട്. കാരണം ഈ ഒരു വ്യക്തി വളരെയധികം ഗ്രൗണ്ടഡ് ആണ്. ഓക്കെ, ഇവർ ഈ ഒരു കണക്ഷനിൽ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറും കാണുന്നുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇവിടെ സ്പ്രിങ്ങിലോ സമ്മറിലോ ചിലർക്കൊക്കെ ഒരു റീകൺസിലേഷൻ പോസിബിൾ ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ഒരു വ്യക്തി ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, ഇവർക്ക് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ഫുൾ ഹോപ്പാണ്. നിങ്ങളോട് പറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്കത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് സ്ട്രോങ് ആയിട്ട് കേട്ടോ. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി. ഇത്രയും പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നമുക്ക് വന്നിട്ടില്ല. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ ഇവർക്ക് ഓപ്പൺ അപ്പ് ആവാനായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവരുടെ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും ആരോടും ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങളുമായിട്ട് കണക്ഷൻ ആയിരുന്ന ടൈമിൽ ഇവർ പലപ്പോഴും നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ വേറെ ആരോടും ഈ ഒരു വ്യക്തി ഈ ഒരു പ്രശ്നങ്ങളും ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ഈ ആയിരിക്കുന്ന സിറ്റുവേഷൻസ്, ഇപ്പോൾ അവർ ഫാമിലി ആയിക്കോട്ടെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ആ ഒരു സിറ്റുവേഷൻസിൽ ഈ ഒരു വ്യക്തി ഹാപ്പി ഒന്നുമല്ല. അതിൽ ഒട്ടും ഹാപ്പി അല്ല, സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷേ എങ്കിൽ ആ ഒരു അവരുടെ ലൈഫിൽ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ ഇവർ ചേഞ്ച് ആവാനായിട്ടും ഈ ഒരു വ്യക്തി ചേഞ്ച് ആവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആ ഒരു സിറ്റുവേഷൻസുമായിട്ട് ഒത്തുപോകാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. കാരണം ഇവർക്ക് ഇവരായിട്ട് നിൽക്കാനാണ് ഇഷ്ടം. അങ്ങനെ ഇവരായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിൽക്കാൻ പറ്റുക? നിങ്ങളുടെ അടുത്ത് ഇവർക്ക് ഇവരായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അല്ല തേർഡ് പേഴ്സൻ്റെ അടുത്തോ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണെങ്കിലോ ഒന്നും നിങ്ങളായിട്ട് അവർക്ക് ആ ഒരു വ്യക്തിയായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. പിന്നെ പലപ്പോഴും ഒരു കാര്യമുണ്ട് ഇവിടെ, എനിക്ക് ഈ റീഡിങ്ങിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം, എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു മാരേജ് നമ്മളൊരാളെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, ഒരു മാരേജ് നടക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഈ ഒരു എനർജി വെച്ചിട്ട് ആ ഒരു വ്യക്തി അതിൽ ഹാപ്പിയല്ല. അയാളുടെ ഫാമിലി ലൈഫിൽ ഹാപ്പിയല്ല, അല്ല ഒരു സിറ്റുവേഷൻസിൽ ഹാപ്പിയല്ല എന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന അതർ വുമൺ ആയിക്കോട്ടെ, അതർ പേഴ്സൺ ആയിക്കോട്ടെ, അവരോട് ഇത്രമാത്രം ആത്മാർത്ഥതയും സ്നേഹവും ഒരു വ്യക്തിക്ക്, അതായത് ഇവിടെ ഒരു ലവിൻ്റെ എനർജീസാണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. പക്ഷേ ഫാമിലിയുടെ അടുത്ത് എപ്പോഴും ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ എനർജീസിൽ ഇയാൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് മടുത്തു എന്നുള്ളൊരു എനർജീസ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി അധികം സ്ട്രഗിളൊക്കെ ചെയ്ത് ലൈഫിൽ ഒത്തിരി അധികം അവനവൻ്റെ ഹാപ്പിനെസ്സിനെയൊക്കെ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു പേഴ്സണുമായിട്ടായിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക. ആ ഒരു വ്യക്തി ഇവർക്ക് വേണ്ടിയിട്ട് ജീവിക്കണം എന്നുള്ളൊരു ചിന്ത ഇവർക്ക് വന്നത് നിങ്ങളെ കണ്ടപ്പോഴാണ്. അപ്പം അതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി ഒത്തിരി അധികം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എത്ര കാലം വേണമെങ്കിലും ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാം എന്നാണ് ഈ ഒരു വ്യക്തിയുടെ എനർജീസിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളത് കേട്ടോ. ബോട്ടം ഓഫ് ദി ഡെക്കിൽ നൈറ്റ് ഓഫ് വാൻഡ്സിൻ്റെ എനർജീസ് നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ 4 ഓഫ് കോയിൻസിൻ്റെ എനർജീസ്. ഓക്കെ, ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട്. നിങ്ങൾ വറിയിലൊന്നും ആവണ്ട, ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി ഒരു സോളിഡ് ഫൗണ്ടേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു എനർജീസിൽ പറയാം. എനിക്ക് തോന്നുന്നു ഫുൾ മൂൺ എനർജിയുടെ
അല്ലെങ്കിൽ ഫുൾ മൂണിൻ്റെ ആ ഒരു എഫക്റ്റാണ് ഈ ഒരു കണക്ഷനിൽ വന്നിട്ടുള്ളത്, ഈ ഒരു വ്യക്തിയുടെ ഒരു ഓവറോൾ ചേഞ്ചസ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, നിങ്ങളിൽ ഒരാൾ മാരീഡ് ആയിരിക്കാം, അൺമാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ കാസ്റ്റ് ഇഷ്യൂസ്, റിലീജിയസ് ഫാക്ടർ, അല്ലെങ്കിൽ എന്താ ഒത്തിരിയധികം എന്തൊക്കെയോ ഡിഫറൻസസ് ഉണ്ട്. പക്ഷേ എന്തൊക്കെ ഡിഫറൻസസ് ഉണ്ടെങ്കിലും ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളത്, വേറെ ആരെയും ചൂസ് ചെയ്യാനായിട്ടും വേറെ ആരുടെയും കൂടെ ലൈഫ് എന്താ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനായിട്ടും ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അപ്പം ഈ ഒരു ടൈമിൽ ഇവരുടെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും മിസറിൻ്റെ എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇവർ നിങ്ങളിലാണ് ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുള്ളത്. അത് മാത്രമല്ല ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ നിങ്ങളെ ലെറ്റ് ഗോ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈമിൽ ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളൊരു ഗൈഡൻസ് ആണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുള്ളത്. കാരണം പലപ്പോഴും നമ്മൾ ഓവർ തിങ്ക് ചെയ്തിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ലെറ്റ് ഗോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയധികം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. പലപ്പോഴും നമ്മുടെ ലൈഫിൽ അല്ലെ ആ ഒരു പേഴ്സൻ്റെ എനർജി പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഓവർ തിങ്ക് ചെയ്തത് നെഗറ്റീവ് ആക്കും എങ്ങനെയും. ഓക്കെ, സോ ആ ഒരു എനർജിയിൽ ഇരിക്കാതിരിക്കുക കേട്ടോ, പോസിറ്റീവായിട്ടിരിക്കുക, എല്ലാം നടക്കുന്നുണ്ടാവും, ആ ഒരു ശുഭപ്രതീക്ഷയോട് കൂടി ഇരിക്കുക. ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഇതായിരുന്നു എനിക്കിന്ന് മനസ്സിലായിട്ടുള്ള കാര്യം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജീസിനെ കുറിച്ചിട്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. പുതിയ പുതിയ ടോപ്പിക്സ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.